ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പ്രിപ്പറേഷൻ ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ എടുത്ത് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഡെപ്തിൽ ഒരു കാരണവശാലും കുറവ് വരുത്തരുത്, പെരിഫറലായിട്ട് പോകരുത്. വരുന്ന എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് ഒരു തവണ കാണുക. അതിനുശേഷം അതിൻ്റെ പരീക്ഷ കൃത്യമായിട്ട് എഴുതി ഉറപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത് കേട്ടോ. ബേസിക്സിലേക്ക് എപ്പോഴും നമ്മൾ സിങ്ക് ചെയ്യണം. ബേസിക്സ് എന്നൊരു കാരണവശാലും നമ്മൾ വ്യതിചലിച്ച് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എക്സ്ട്രാ റീഡിംഗ് ഒന്നും ചെയ്യേണ്ട, പക്ഷേ ഈ വരുന്ന സാധനം പഠിക്കുകയും അതിനോടൊപ്പം നിലവിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ റിവിഷനും കൂടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് പോകണം. നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാംസ് എല്ലാം ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ബാച്ചിൽ വന്നിട്ടുള്ള. അപ്പോൾ ആ എക്സാംസ് ഇങ്ങനെ റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്തൊരു കാര്യം. അത് ചെയ്ത് തീർത്ത് അത് ഉറപ്പിച്ച് നമ്മൾ മനസ്സിൽ അതെല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി, വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു റിവിഷൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധ ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് റിസപ്ഷൻ ഓപ്പറേഷൻസ് ആണ് നോക്കുന്നത്. റിസപ്ഷൻ ഓപ്പറേഷനെ ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും അൺലോഡിങ്, അതുപോലെ ഗ്രേഡിങ്, അതുപോലെ ഇന്ന് ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു മിൽക്ക് പ്രോഡക്റ്റിൻ്റെയും മാനുഫാക്ചറിംഗ് ലൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ റിസപ്ഷൻ ഓപ്പറേഷൻസ്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട റിസപ്ഷൻ ഓപ്പറേഷൻ എന്ന കാരണം നമുക്ക് നോക്കാം. ഏതൊരു മിൽക്ക് പ്രോഡക്റ്റിൻ്റെയും പ്രിപ്പറേഷനിൽ പ്രൊഡക്ഷൻ ലൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഈ റിസപ്ഷൻ ഓപ്പറേഷൻസ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ് വരെ നമ്മളിന്ന് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. മിൽക്ക് മേ ബി ഡെലിവേർഡ് ടു ദ മിൽക്ക് പ്ലാന്റ് ഇൻ ക്യാൻസ് ഓർ ബൈ കണ്ടെയ്നർ. എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഉള്ള ഭാഗം ഞാൻ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ വെൻ മിൽക്ക് ഈസ് ഡെലിവേർഡ് ടു ദ മിൽക്ക് പ്ലാന്റ് ഓർ ഡയറി ഇറ്റ് ഷുഡ് ബി അറ്റ് 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓർ ബിലോ എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. റിസപ്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ റിസപ്ഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ടെമ്പറേച്ചർ കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ടെമ്പറേച്ചർ അടിപൊളിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കിത് എന്താ പറയുക വരുന്ന മിൽക്ക് സേഫ് ആണെന്ന് ഈ റിസീവ് ചെയ്യുന്ന ആളിന് ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമുക്കെപ്പോഴും ഇത് പ്ലാന്റിലെ കാര്യമാണ് പറയുന്നത്, പ്ലാന്റിൽ റിസീവ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പ്ലാന്റിലെന്ന് പറയുമ്പോഴത്തേക്കും ഫൈനൽ പ്രോസസ്സിംഗിലേക്ക് പോകാണല്ലേ. എപ്പോഴും ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു മിൽക്ക് ചെയ്യുന്ന ഒരു ഡയറിന്നോ അല്ലെങ്കിൽ ഫാർമറോ ഡയറക്റ്റ് പ്ലാന്റിൽ കൊണ്ടല്ല കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ ഡയറി പ്ലാന്റിലേക്ക് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ കളക്ഷൻ കഴിഞ്ഞ് മിൽക്ക് പൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ടെമ്പറേച്ചർ എന്താണ്, ഉയർന്ന ടെമ്പറേച്ചർ ആണെന്ന് പ്രശ്നമാണ്. അപ്പോൾ അത് 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണെന്നുണ്ടെങ്കിൽ ഫർദർ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അതുപോലെ എന്താണ്, മിൽക്ക് ഷുഡ് ബി ക്ലീൻ, സ്വീറ്റ്, അതുപോലെ ഓഫ് പ്ലസൻറ്റ് ഫ്ലേവർ ആൻഡ് ഫ്രീ ഫ്രം ഓഫ് ഫ്ലേവേഴ്സ് ആൻഡ് റീസണബിളി ഫ്രീ ഫ്രം എക്സ്ട്രേനിയസ് മാറ്റീരിയൽ. ഇത്രയും കാര്യങ്ങൾ ആയിരിക്കണം. അതായത് ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് നമുക്ക് എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണെന്നല്ലേ. എന്താണ്, മിൽക്ക് എന്തായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, സ്വീറ്റ് ആയിരിക്കണം, സോറൊന്നും ആയി പോകാൻ പാടില്ല അല്ലേ. പ്ലസൻ്റ് ആയിട്ടുള്ള മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കണം. അതുപോലെ ഓഫ് ഫ്ലേവറുകളൊന്നും ഉണ്ടാകാൻ പാടില്ല അല്ലേ, മോശം മണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ എക്സ്ട്രേനിയസ് മെറ്റീരിയലിൽ നിന്നും റീസണബിളി ഫ്രീ ആയിരിക്കണം എന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് റിസപ്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അതുപോലെ കണ്ടാമിനേഷൻ വിത്ത് ആൻറ്റിബയോട്ടിക്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് അതർ കെമിക്കൽസ് ഓർ മെറ്റീരിയൽസ് ഈസ് ഹൈലി അൺഡിസൈറബിൾ. നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ആവട്ടെ, പെസ്റ്റിസൈഡ്സ് ആവട്ടെ, അതുപോലുള്ള മറ്റുള്ള കെമിക്കൽസ് വെച്ചുള്ള കണ്ടാമിനേഷൻ ഭയങ്കരമായിട്ട് അൺഡിസൈറബിൾ ആണ്. ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതുപോലെ നോ അബ്നോർമൽ മിൽക്ക് ഷുഡ് ബി ആക്സെപ്റ്റഡ്. അബ്നോർമൽ ആയിട്ടുള്ള മിൽക്ക് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ ആസിഡ് ഡെവലപ്മെന്റ് എന്താണ്, ഒബ്ജക്ഷണബിൾ ആണ്. അസിഡിറ്റി കൂടിയ മിൽക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസിഡിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അസിഡിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് എന്ത് ചെയ്യണം, അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്, 2-3 കാര്യങ്ങളാണ്. ഒന്ന് പറയുമ്പോഴത്തേക്കും ആസിഡ് ഡെവലപ്മെന്റ് ചുമ്മാ ഉണ്ടാകുകയല്ലോ, ബാക്ടീരിയൽ കണ്ടന്റ് ഫ്ലെയർ അപ്പ് ചെയ്ത് കാണണം അല്ലേ. അതുപോലെ എന്താണ്, അതാണ് സ്റ്റെബിലിറ്റി, ഹീറ്റ് സ്റ്റെബിലിറ്റിയും കുറയും. മിൽക്കിൻ്റെ ഹീറ്റ് സ്റ്റെബിലിറ്റിയും കുറയും. എന്താ മിൽക്കിൻ്റെ ഹീറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മിൽക്ക് നശിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറയും, സാധാരണ അമ്മമാരൊക്കെ ഒന്ന് ചൂടാക്കി നോക്കാൻ പറയും അല്ലേ. ചൂടാക്കി നോക്കുമ്പോഴത്തേക്കും സാധാരണ മിൽക്ക് കാണുമ്പോഴത്തേക്കും നമുക്കത് ഓക്കെ ആണെന്ന് തോന്നും, പക്ഷേ അത് ചൂടാക്കി നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകുന്നത് മിൽക്ക് പിരിഞ്ഞു പോയോ ഇല്ലയോ എന്നുള്ള കാര്യം അല്ലേ. മിൽക്ക് പിരിഞ്ഞു പോയെന്ന് പറയും നമ്മൾ. അപ്പോൾ അത് എന്താണ്, അസിഡിറ്റി ഉള്ള മിൽക്കാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് സ്റ്റെബിലിറ്റി കുറയും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആസിഡ് ഡെവലപ്മെൻറ്റ് എന്താണ്, ഒബ്ജക്ഷണബിൾ ആണ്. ആസിഡ് ഡെവലപ്മെൻറ്റിലെ മിൽക്കാണെങ്കിൽ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഒന്ന് അതിനകത്ത് എക്സസീവ് ബാക്ടീരിയൽ ഉണ്ടായിരിക്കും, അതുപോലെ ഹീറ്റ് സ്റ്റെബിലിറ്റി കുറവായിരിക്കും അല്ലേ. അതായത് ചൂടാക്കിയാൽ മിൽക്ക് പിരിഞ്ഞു പോകും, ഫർദർ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 കാരണങ്ങളാണ് എന്ത് ആസിഡ് ഡെവലപ്മെൻറ്റ് ഒബ്ജക്ഷണബിൾ എന്ന് പറയുന്നത്. നോക്കാം, ഇതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ആസിഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഒബ്ജക്ഷണബിൾ ഇൻ കേസ് ഓഫ് എന്താണ്, നമ്മുടെ മിൽക്ക് റിസപ്ഷനിലെ മിൽക്ക് റിസീവ് സമയത്ത് ആസിഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഒബ്ജക്ഷണബിൾ ആണ്. എന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ 2 കാരണങ്ങളുണ്ട്, മനസ്സിലാക്കി വെച്ചേക്കാം. എന്തൊക്കെയാണ്, ബാക്ടീരിയൽ കൗണ്ട് കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്താണ്, ഹീറ്റ് സ്റ്റെബിലിറ്റി അത് ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം.
അപ്പോൾ റിസപ്ഷൻ ഓപ്പറേഷൻസ് നോക്കാം. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് അൺലോഡിംഗ് ആണ് അല്ലേ. അൺലോഡിംഗ് നമുക്ക് വിശാലമായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല. 2 ഗ്രേഡിംഗ് ആണ്. ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഓർഗാനോ ലെപ്റ്റിക് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഗ്രേഡേഴ്സ് ഉണ്ടായിരിക്കും. അവർ നോക്കിയും കണ്ടും മണത്തും ഒക്കെ മിൽക്കിനെ സിമ്പിളായിട്ട് നല്ലൊരു ഗ്രേഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഓർഗാനോ ലെപ്റ്റിക് ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കി പോകാം കേട്ടോ. പിന്നെ വരുന്ന സാമ്പിളിംഗ് ആണ്, അതോടൊപ്പം വെയിങ്, സാമ്പിളിംഗ് ആൻഡ് വെയിങ്, ഇങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് ഇവിടെ മിൽക്കിൻ്റെ റിസപ്ഷനിലുള്ളത്. പിന്നെ ടെസ്റ്റിംഗ് കേട്ടോ, അവസാനം നമുക്ക് സാമ്പിൾ ചെയ്താൽ മാത്രം അവസാനം മിൽക്ക് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അങ്ങനെ മൊത്തം 5 ഓപ്പറേഷൻ ഉണ്ട്. 5 ഓപ്പറേഷൻസ് ആണ് മൊത്തത്തിൽ നമുക്ക് ഉള്ളത് റിസീവിങ്ങിൽ. അപ്പോൾ ആദ്യം അൺലോഡിങ് നോക്കാം. അൺലോഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വലിയ കാര്യമായിട്ട് പഠിക്കുന്നത് വേണ്ട. എന്താണ് മോട്ടോ ട്രക്ക് ആയിരിക്കും അല്ലേ. ട്രക്ക് ക്യാരിയിങ് ദ ഫിൽഡ് മിൽക്ക് ക്യാൻസ് ഈസ് ബാക്ക്ഡ് അപ്പ് ഓർ ബ്രോട്ട് അസൈഡ് ടു ദ അൺലോഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി വെക്കുന്നു അല്ലേ. മിൽക്ക് ക്യാൻ ബി ദെൻ അൺലോഡ് മാനുവലി അല്ലേ. മിൽക്ക് ക്യാൻസ് ഒന്നെങ്കിലും മാനുവലി അങ്ങനെയാണ് ചെയ്യാം. അതുപോലെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ലെവൽ ഓഫ് ട്രക്ക് ഈ സർഫസസ് ഇൻ ദ ലൈൻ വിത്ത് പ്ലാറ്റ്ഫോം ദ അൺലോഡിംഗ് റിക്വസ്റ്റ് ലീസ്റ്റ് എഫോർട്ട് അല്ലേ. അതായത് നമുക്കിപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെയും അതേപോലെ നമ്മുടെ ട്രക്കിൻ്റെയും കൂടെ ആ ഒരു പ്ലാറ്റ്ഫോം ഒരു സെയിം ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരച്ചുകൊണ്ട് പോകാൻ പറ്റും. ദെൻ ദ മിൽക്ക് ക്യാൻസ് ആർ അസംബിൾഡ് ഫോർ ഗ്രേഡിംഗ് ഇൻ എ ഡെഫിനറ്റ് ഓർഡർ അക്കോർഡിംഗ് ടു ഈച്ച് സപ്ലയർ വിത്ത് ദ കോൺട്രാക്ടർ ഓർ പാറ്റേൺ അല്ലേ. ഇപ്പോൾ എന്താണ് നമുക്ക് അത് അൺലോഡ് ചെയ്തതിന് ശേഷം ഇതിനെ കൃത്യമായിട്ട് അടുക്കി വെക്കും. എന്തിനാണ്? പിന്നെ നമുക്ക് സാമ്പിളൊക്കെ ചെയ്യണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ട് അടുക്കി വെക്കും എന്നാണുള്ളത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുപോലെ ഇഫ് എ മിൽക്ക് ടാങ്കർ ഈസ് used, it is first properly positioned so that the connections can be made conveniently. മിൽക്ക് ടാങ്കർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ അൺലോഡിങ്ങിൻ്റെ കാര്യമില്ല. നമുക്ക് അത്യാവശ്യം എന്താണ് കൺവെയർ ബെൽറ്റ് വെച്ചോ അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റ് അല്ല, ആക്ച്വലി എന്താണ് നമുക്ക് ഈ പൈപ്പ് ലൈൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ അൺലോഡിങ് ചെയ്യുന്നത് അല്ലേ. ഇനിയാണ് നമുക്ക് ഗ്രേഡിങ് വരുന്നത്. ഗ്രേഡിങ് ദിസ് റെഫേഴ്സ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മിൽക്ക് ഓൺ ദ ബേസ് ഓഫ് ക്വാളിറ്റി. അപ്പോൾ ഇതിനാണ് ഗ്രേഡിങ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രൈസ് ഫിക്സിംഗ് പർപ്പസിനും അതുപോലെ നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എല്ലാം നിർണ്ണയിക്കാനാണ് അല്ലേ. ഉറപ്പായിട്ട് നമുക്കറിയാം എന്താണ് നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ മോശമാണെന്നുണ്ടെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റും അതുപോലെ മോശമായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗ്രേഡർ എന്ന് പറയുന്ന ഒരു കീ മാൻ ആണല്ലേ, ഒരു കീ മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ, ഈ മനുഷ്യൻ്റെ പെർഫോമൻസിൽ എന്തെങ്കിലും അപാകത പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പറഞ്ഞ സാധനം അടുത്ത ഒരു ലോട്ടിലേക്ക് പോകും അല്ലേ, ഉപയോഗമില്ലാത്ത സാധനം. അപ്പോൾ എന്താ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസ്ഡ് ഓൺ ഓർഗാനോ ലെപ്റ്റിക് അല്ലെങ്കിൽ സെൻസറി ടെസ്റ്റുകൾ പ്രധാനമായിട്ടും മണത്ത് നോക്കുക, അതായത് സ്മെല്ല്, ഓർഡർ നോക്കുക, ടേസ്റ്റ് നോക്കുക, അപ്പിയറൻസ് നോക്കുക, ടച്ച് നോക്കുക, അസിഡിറ്റി, സെഡിമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഗ്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തിലാണ് പ്ലാറ്റ്ഫോം ടെസ്റ്റുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ടെക്നിക്ക് ഓഫ് ഗ്രേഡിംഗ് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മിൽക്ക് ക്യാനിലും അതുപോലെ മിൽക്ക് ടാങ്കറിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കണമെന്ന് നോക്കാം. മിൽക്ക് ടാങ്കർ നോക്കുമ്പോഴത്തേക്കും പ്രധാനം ശ്രദ്ധിക്കുക, മിൽക്ക് ടാങ്കർ ആണ് നമ്മുടെ ഫേമിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഗ്രേഡിങ് അവിടെയല്ല ചെയ്യേണ്ടത്. എവിടെ? മിൽക്ക് ചില്ലിംഗ് സെന്ററിൽ, കളക്ഷൻ കം ചില്ലിംഗ് സെന്ററിൽ ചെയ്തിരിക്കണം അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ടാങ്കറിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കൂ, നമുക്ക് ഈ 5 ഡിഗ്രി സെന്റിഗ്രേഡിൽ തണുപ്പിച്ച സാധനമായിരിക്കും ടാങ്കറിൽ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് ഫ്ലേവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സെൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 5 മുതൽ 10 മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സാമ്പിൾ എടുത്ത് ലബോറട്ടറി ടെസ്റ്റിന് അയക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതാണ് ടാങ്കറിൽ നമുക്ക് അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ ഒരു ടെസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ സാധനങ്ങൾ ചെയ്യണം എവിടെയാ? കളക്ഷൻ കം ചില്ലിംഗ് സെന്ററിലാണ് മിൽക്ക് ടാങ്കർ വഴിയുള്ള സാധനത്തിൻ്റെ ഈ പറഞ്ഞ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ കേട്ടോ. അടുത്തത് മിൽക്ക് ക്യാൻ ആണെങ്കിലോ ദ മെയിൻ ടെസ്റ്റ് അപ്ലൈ ടു ഈച്ച് ക്യാൻ ഓഫ് മിൽക്ക് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് മക്കളെ? സ്മെല്ല് നോക്കും, നേരത്തെ പറഞ്ഞ അതേ കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പിയറൻസ് നോക്കും അല്ലേ. അതുപോലെ എന്താണ്? ടെമ്പറേച്ചർ നോക്കും, അല്ലെങ്കിൽ അത് ടച്ച് ചെയ്ത് നോക്കും, ടെമ്പറേച്ചർ നോക്കും. അതുപോലെ അതർ ടെസ്റ്റ് സച്ച് ആസ് ടേസ്റ്റ്, ചിലപ്പോൾ ടേസ്റ്റ് ഒന്നും എപ്പോഴും ചെയ്യാറില്ല, ചിലപ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ റോ മിൽക്കുമായിട്ട് ബന്ധപ്പെടുത്തി. അതുപോലെ സെഡിമെൻറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ലബോറട്ടറി ഫെസിലിറ്റീസ് ആവശ്യമായിട്ടുള്ള സംഗതികളെല്ലാം ആരാ ചെയ്യേണ്ടത്? ഒരു ടെക്നീഷ്യനാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു സഫീഷ്യൻറ്റ് സാമ്പിൾ എടുത്ത് മാറ്റി. ഇത്രയും കാര്യങ്ങൾ ചുമ്മാ നിങ്ങളത് വായിച്ച് മനസ്സിൽ കാണാതെ പഠിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ഇതിനകത്തുള്ളതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്മെൽ അല്ലെങ്കിൽ ഓർഡർ നോക്കാം. ഈ സ്മെല്ല് കൊണ്ട് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? ദിസ് ഫർണിഷസ് ആൻ എക്സലന്റ് ഇൻഡിക്കേഷൻ ഓഫ് ദ ഓർഗാനോലെപ്റ്റിക് ക്വാളിറ്റി ഓഫ് മിൽക്ക് അല്ലേ. വളരെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ്. കാരണം നമുക്ക് മിൽക്കിൻ്റെതായ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു മണമുണ്ട്. അതിന് ഏത് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് വെരി ക്വിക്ലി ഇൻ ജസ്റ്റ് എ ഫ്യൂ സെക്കൻഡ്സ്. അതായത് നമുക്കിത് ക്യാൻ തുറക്കുമ്പോൾ തന്നെ നമുക്ക് മോശം സ്മെല്ലുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ദ കവർ ഓഫ് ഈച്ച് ക്യാൻ ഈസ് റിമൂവ്ഡ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവേർട്ട് തിരിച്ച് ചെയ്ത് മൂക്കിന് അടുപ്പിച്ച് നോക്കണം. അത് ചെയ്യാനുള്ള പരിപാടിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ അല്ല, ഇത് അല്ലാതെ നോക്കണം അയാൾ. ക്യാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് വെച്ചിട്ട് നമ്മൾ സ്മെല്ല് എടുത്ത് നോക്കാം. അപ്പം അറിയാൻ പറ്റും. ബൈ റീപ്ലേസിംഗ് ലിഡ് ഓൺ ദ ഷേക്കിംഗ് ക്യാൻ വിഗറസ്ലി ദ ടെസ്റ്റ് മേ ബി റിപ്പീറ്റഡ്.
പിന്നെയും നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഒന്നുകൂടെ കുലുക്കിയിട്ട് നമ്മളൊന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്താണ് അൻ എക്സ്പീരിയൻസ്ഡ് മിൽക്ക് ഗ്രേഡർ വിത്ത് എ ട്രെയിൻഡ് നോസ്, അല്ലേ? ശ്രദ്ധിക്കുക, അൻ എക്സ്പീരിയൻസ്ഡ് മിൽക്ക് ഗ്രേഡർ വിത്ത് എ ട്രെയിൻഡ് നോസ്. അവൻ്റെ മൂക്കിന് അറിയാൻ പറ്റണം, അവൻ്റെ മൂക്കിന് കൃത്യമായി ട്രെയിനിങ് കൊടുക്കണം, ഇത് മോശമാണോ നല്ലതാണോ അറിയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അതൊരു വലിയൊരു നമുക്ക് റിലേ ചെയ്യാൻ പറ്റും. അയാളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെസ്റ്റിൽ ഭയങ്കരമായിട്ട് റിലേ ചെയ്യാൻ പറ്റും. എന്ത്, ഈ മിൽക്ക് എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ. ഓഫ് ഫ്ലേവർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലേ? എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സ്മെല്ലുണ്ടെങ്കിൽ മാത്രം, നല്ല മിൽക്കി സ്മെല്ലുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. സാധാരണ അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ബാണി സ്മെല്ല് ഉണ്ടാവാം, പലതരത്തിലുള്ള സ്മെല്ല് ഡിഫറൻസ് ഉണ്ട്. സോർ സ്മെല്ല് വരും, അല്ലേ? പുളിച്ച സ്മെല്ല് വരും, പല സ്മെല്ലുകളും വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓഫ് ഫ്ലേവർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ടെസ്റ്റിനൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം അപ്പിയറൻസ്. എന്താണ്? ബൈ റെഗുലർലി ഒബ്സർവിങ് ഈച്ച് ക്യാൻ ആഫ്റ്റർ ഓർഡർ ടെസ്റ്റ് ഹാസ് ബീൻ മെയ്ഡ് എനി ഫ്ലോട്ടിംഗ് എക്സ്ട്രേനിയസ് മാറ്റർ ഓഫ് കളർ ഓർ പാർഷ്യലി ചേർഡ് മിൽക്ക് ഈസ് നോട്ടഡ്. ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് അപ്പിയറൻസ് നോക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം നമ്മൾ. എന്താണ്? എക്സ്ട്രേനിയസ് മാറ്റർ ഉണ്ടോ എന്ന് നോക്കും. അതായത് പുറമേ നിന്നുള്ള ചാണകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുല്ലിൻ്റെ പൊടിയോ പൊടിയോ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അതുപോലെ എന്താണ്? ഓഫ് കളർ എന്ന് പറയുമ്പോഴത്തേക്കും റോസ് മിൽക്ക് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം കേട്ടോ. റോസ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പശുവിൻ്റെ അകിടിന് അകത്ത് നമുക്ക് എന്താണ് അറിയാലോ, കുഞ്ഞു കുഞ്ഞു ആൽവിയോളൈസിലാണ് മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ആൽവിയോളൈസിൻ്റെ വാൾസിലുള്ള ആർട്ടറീസ് പൊട്ടിയിട്ട് അതിനകത്തേക്ക് ബ്ലഡി മിൽക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു ഓഫ് കളറാണ്. അങ്ങനെ പലതരത്തിൽ ഉള്ള ഓഫ് കളേഴ്സ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് കൊളസ്ട്രോൾ ഒക്കെ ആഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഓഫ് കളർ വേണമെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റും. കാരണം കൊളസ്ട്രോളത്തിന് ഭയങ്കര ഒരു ലൈക്ക് ഒരു റെഡിഷ് യെല്ലോ കളറാണ് ആൾമോസ്റ്റ് കൊളസ്ട്രോൾ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ്? ഓഫ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ എക്സ്ട്രേനിയസ് മാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പാർഷ്യലി ചേൺഡ് മിൽക്ക്. എന്താ ചേണിങ് എന്ന് പറഞ്ഞാൽ? ചേണിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മിൽക്കിൻ്റെ മുകളിൽ എന്ത് കാണാൻ പറ്റത്തില്ല? വലിയ ഫാറ്റ് ഗ്ലോബുകൾ ഇങ്ങനെ എണ്ണ പോലെ തെളിഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലേ? കാണാൻ പറ്റൂടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് പാർഷ്യലി ചേൺഡ് മിൽക്കാണ്. അതായത് നന്നായിട്ട് കുലുങ്ങിയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടൊക്കെ ഇതിനകത്തുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഓയിലി ആയിട്ട് ഒരു തുള്ളി എണ്ണ എടുത്ത് നമ്മൾ വെള്ളത്തിൻ്റെ പുറത്തൊഴിച്ചാൽ എങ്ങനെയായിരിക്കും? അതിങ്ങനെ മാറി നിൽക്കത്തില്ലേ? അതിനെ നമ്മൾ പാർഷ്യലി ചേർണ്ട് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ അപ്പിയറൻസ് നോക്കുന്നതൊക്കെയാണ്? എക്സ്ട്രേനിയസ് മാറ്റർ ഉണ്ടോ എന്ന് നോക്കും, ഓഫ് കളർ ആണോ എന്ന് നോക്കും, അതിൽ പാർഷ്യലി ചേർണ്ട് മിൽക്ക് ആണോ എന്ന് നോക്കും, അല്ലേ? അപ്പോൾ എന്താണ്? മിൽക്ക് ഷുഡ് ബി ഫ്രീ ഫ്രം ഓൾ ദീസ് 3 തിങ്സ്, അല്ലേ? എന്താണ്? എക്സ്ട്രേനിയസ് മാറ്റർ വലുതായിട്ട് ഉണ്ടാകാൻ പാടില്ല, അതുപോലെ പാർഷ്യലി ചേർണ്ട് മിൽക്ക് ആകാൻ പാടില്ല, അതുപോലെ കളറും നോർമൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നോക്കാം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ അറ്റ് വിച്ച് മിൽക്ക് ഈസ് ഡെലിവേർഡ് ഈസ് ഓഫൻ എ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും വലിയ ഉയർന്ന ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 35 ഡിഗ്രിയിലൊക്കെ ഇരിക്കുന്ന ഒരു മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കര പെട്ടെന്ന് തന്നെ എന്തുണ്ടാവും അതിനകത്ത്? ബാക്ടീരിയൽ ലോഡ് കൂടാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡോ അതിൽ താഴെ ആയിരിക്കുന്നതിന് എപ്പോഴും നല്ലത്. നമ്മൾ ക്യാൻ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി നമ്മുടെ ടെമ്പറേച്ചർ എപ്പോഴും 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോ അല്ലെങ്കിൽ അത് താഴെ ഇരിക്കുന്നത് നല്ലത് ഇപ്പോൾ നമ്മുടെ പ്ലാനിലേക്ക് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത്. അടുത്തത് സെഡിമെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫോറിൻ മാറ്റർ ഉണ്ടോ ഇല്ലയെന്ന് നോക്കുന്ന സാധനമാണ് എന്ത്? സെഡിമെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കും. ഇത്രയേ ഉള്ളൂ. അത് സ്ഥിരം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് സെഡിമെന്റ് ഉണ്ടെങ്കിൽ കൂടിയും ഉണ്ട് സെഡിമെന്റ് കാണുന്നു, അതുപോലെ ഇതുപോലൊരു സെഡിമെന്റ് ടെസ്റ്റ് വെച്ചിട്ട് നോക്കുന്നത് അതിനകത്ത് സെഡിമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ അതിന് റിജക്ട് ചെയ്യാറൊന്നുമില്ല. മറ്റുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. ആ സെഡിമെന്റ് കൂടുതലാണെങ്കിൽ കൂടിയും അതിനകത്തുള്ള എന്തെങ്കിലും ക്വാളിറ്റീസിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ള തരത്തിൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കത്തേ ഉള്ളൂ. അടുത്ത അസിഡിറ്റി. നമുക്കറിയാം എന്താണ് നാച്ചുറൽ അല്ലെങ്കിൽ അപ്പാരന്റ് അസിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത് മിൽക്കിന്റെ ടേസ്റ്റിലോ അല്ലെങ്കിൽ വേറെ ഒരു വ്യത്യാസം വരുത്തുന്നില്ല. നാച്ചുറൽ അല്ലെങ്കിൽ അപ്പാരന്റ് അസിഡിറ്റി കാരണം എന്താ മക്കളെ? ഒന്ന് നോക്കി പറ. നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പാരന്റ് അസിഡിറ്റി നോർമലി മിൽക്ക് എന്ന് പറയുമ്പോൾ ആംഫോട്ടറേറ്റഡ് ലിറ്റ്മസ് ആണ്, അല്ലേ? ലിറ്റ്മസ് ചുവന്ന ലിറ്റ്മസിനെ ബ്ലൂ ആക്കാനും ബ്ലൂ ലിറ്റ്മസിനെ ചുവപ്പാക്കാനും ശേഷിയുള്ള സാധനമാണ്. എന്നാൽ കൂടിയും നമുക്ക് മിൽക്കിനെ സ്ലൈറ്റ്ലി ആസിഡിക് എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് റെപ്രസെന്റ് എന്താണ്? പെർസെൻറ്റേജ് ലാക്റ്റിക് ആസിഡ് എന്നാണ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നോർമൽ മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. എന്താണ്? മറ്റു പല കാരണങ്ങളാൽ അതിനൊരു നോർമൽ അസിഡിറ്റി ഉണ്ട്. അതിന് നമ്മൾ അപ്പാരന്റ് അസിഡിറ്റി എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ ഈ അപ്പാരന്റ് അസിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനു കാരണമാകത്തില്ല? ഈ മിൽക്കിന്റെ പ്രോബ്ലത്തിനൊന്നും കാരണമാകത്തില്ല. പക്ഷേ ഡെവലപ്ഡ് അസിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്? ഇതിനെല്ലാം ബാധിക്കാൻ സാധ്യത. അപ്പോൾ എന്തിനൊക്കെ ബാധിക്കുന്ന അസിഡിറ്റി ഉണ്ടെങ്കിൽ ബാധിക്കുന്ന എന്തിനൊക്കെയാണ്? നോർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ബിഹേവിയർ ടുവാർഡ്സ് പ്രോസസിങ് ഹീറ്റ്, അതുപോലെ സോറിങ്, അതിൻ്റെ ടേസ്റ്റ്, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് അസിഡിറ്റി ഉണ്ടെങ്കിൽ ബാധിക്കുന്നത്. പക്ഷേ റിയൽ അസിഡിറ്റി അല്ലെങ്കിൽ ഡെവലപ്ഡ് അസിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അത് ബാധിക്കത്തുള്ളൂ. അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലുള്ള
ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി വരുന്നത് ലാക്ടോമീറ്റർ റീഡിംഗ് ആണ്. ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന സാധനമാണ് അല്ലേ, പാലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന സാധനമാണ് ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്കറിയാം പാലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ 1.033 ആണ് ഓൺ ആൻ ആവറേജ് വരുന്നത് അല്ലേ. കാരണം എന്താ 1 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ പാൽ ഈസ് സ്ലൈറ്റ്ലി ഹെവിയർ ദാൻ വാട്ടർ, റൈറ്റ്. അപ്പോൾ വെള്ളം നമുക്ക് പാലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഹെവിനെസ് കുറയും. അപ്പോൾ എന്താണ്, പാലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയൂലേ, ഡെൻസിറ്റി കുറയൂലേ, അത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്താണ്, ലാക്ടോമീറ്റർ. നമുക്കറിയാം ദ അഡീഷൻ ഓഫ് വാട്ടർ ടു മിൽക്ക് റിസൾട്ട്സ് ഇൻ ദ ലോവറിംഗ് ഓഫ് ഇറ്റ്സ് ലാക്ടോമീറ്റർ റീഡിംഗ് അല്ലേ. വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും മക്കളെ, ലാക്ടോമീറ്റർ റീഡിങ് കുറയും അല്ലേ, ലാക്ടോമീറ്റർ റീഡിങ് കുറയും. സ്കിം മിൽക്ക് ഒഴിച്ചാൽ എന്ത് സംഭവിക്കും മക്കളെ, ലാക്ടോമീറ്റർ റീഡിംഗ് കൂടോ കുറയോ. സ്കിം മിൽക്ക് നമ്മൾ കുറച്ച് പാലിലേക്ക് ആഡ് ചെയ്യണം, പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്കിം മിൽക്ക് ആഡ് ചെയ്താൽ ലാക്ടോമീറ്റർ റീഡിംഗ് കൂടോ കുറയോ, ലാക്ടോമീറ്റർ റീഡിംഗ് കൂടും. കാരണം സ്കിം മിൽക്കിൽ കൂടുതൽ എന്തുണ്ട്, SNF ഉണ്ടല്ലേ, SNF ഉണ്ട്. അതേസമയം സ്കിം മിൽക്ക് ഇല്ലാത്തതാണ് ഫാറ്റ്. നമ്മൾ ക്രീം മിൽക്കിലോട്ട് ആഡ് ചെയ്യണമെന്ന് വെച്ചോ, ക്രീം ആഡ് ചെയ്യുന്നു, അപ്പോൾ കുറച്ചുകൂടെ ഫാറ്റി ആവും മിൽക്ക്. ലാക്ടോമീറ്റർ റീഡിംഗ് കൂടോ കുറയോ, ലാക്ടോമീറ്റർ റീഡിങ് കുറയും. കാരണം എന്താ, ഫാറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റർ ദാൻ വാട്ടർ ആണ് അല്ലേ, അതുകൊണ്ട് അത് കുറയും. ഓക്കെ, ഈ കാര്യങ്ങൾ മറന്നുപോലെ ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഈ ലാക്ടോമീറ്റർ റീഡിംഗ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രേഷൻ അല്ലേ, അഡൾട്രേഷൻ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ലാക്ടോമീറ്റർ റീഡിംഗ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അത് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകളിൽ വരുന്ന ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റുകൾ വരുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട MCQs നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഇൻകറക്റ്റ് ഫ്രം ബിലോ. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നു. നോക്കാം. ആൻ എക്സ്പീരിയൻസ്ഡ് മിൽക്ക് റീഡർ ക്യാൻ മേക്ക് അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻസ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ സോൾലി ഓൺ ദ ഓർഡർ ടെസ്റ്റ്. ഓർഡർ ടെസ്റ്റ് പാസ്സാകുമോ ഇല്ലയോ അല്ലേ. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മിൽക്ക് ഗ്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ് ശരിയല്ലേടാ, ശരിയാണ് അല്ലേ. അതുപോലെ ഷേക്കിംഗ് ദ മിൽക്ക് ക്യാൻ വിഗറസ്ലി ബിഫോർ കണ്ടക്ടിംഗ് ദ ഓർഡർ ടെസ്റ്റ് ഹെൽപ്സ് ഇൻ എൻഷുറിംഗ് ദാറ്റ് സ്മെൽ ഈസ് കൺസിസ്റ്റന്റ് ത്രൂ ദ എൻറ്റയർ ക്യാൻ അല്ലേ. അത് നമുക്ക് ഷേക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഒന്നുകൂടെ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സ്മെല്ല് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുമോ ഇല്ലേ, അതും ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഒന്നുമില്ല, അത് ചോപ്പ് അടിച്ചിട്ടുണ്ടല്ലേ. D ആണ് അതിൻ്റെ ശരിയായ ഉത്തരം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഫ്രം ബിലോ റിഗാർഡിംഗ് ദ ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ് ഓഫ് മിൽക്ക് അല്ലേ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഫോർ മിൽക്ക് ടു കണ്ടെയ്ൻ പാർഷ്യലി ചേൺഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആസ് ലോങ് ആസ് ദ കളർ ഇസ് നോർമൽ. പാർഷ്യലി ചേൺഡ് ആയിട്ടുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കളർ നോർമൽ ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റബിൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ, അക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കാം. അതുപോലെ ഓഫ് കളേർഡ് മിൽക്ക് ക്യാൻ സ്റ്റിൽ ബി അക്സെപ്റ്റഡ് ഇഫ് ദർ ആർ നോ ഫ്ലോട്ടിംഗ് എക്സ്ട്രേനിയസ് മാറ്റേഴ്സ് പ്രസന്റ്. ഓഫ് കളേർഡ് മിൽക്ക് ക്യാൻ സ്റ്റിൽ ബി അക്സെപ്റ്റഡ് ഇഫ് ദർ ആർ നോ ഫ്ലോട്ടിംഗ് എക്സ്ട്രേനിയസ് മാറ്റർ പ്രസന്റ്. എക്സ്ട്രേനിയസ് മാറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് കളർ മിൽക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു. അക്സെപ്റ്റ് ചെയ്യാം, അത് തെറ്റാണ്, നമുക്ക് ഏകദേശം ഉറപ്പുള്ള കാര്യമാണല്ലേ. നമുക്കിത് കുറച്ചുകൂടെ ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഒബ്സർവിംഗ് ദ അപ്പിയറൻസ് ഓഫ് മിൽക്ക് ഈസ് ഓൺലി നെസസറി ഇഫ് ആൻ ഓർഡർ ഡിഫക്റ്റ് ഈസ് ഡിറ്റക്റ്റഡ് ഡ്യൂറിംഗ് ദ ഓർഡർ ടെസ്റ്റ്. ഒബ്സർവിംഗ് ദ അപ്പിയറൻസ് ഓഫ് മിൽക്ക് ഈസ് ഓൺലി നെസസറി ഇഫ് ആൻ ഓർഡർ ടെസ്റ്റ് ഈസ് ഡിറ്റക്റ്റഡ് ഡ്യൂറിംഗ് ഓർഡർ ഡിഫക്റ്റ് ഈസ് ഡിറ്റക്റ്റഡ് അല്ലേ. ഓർഡർ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അപ്പിയറൻസ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്, നമുക്ക് ഏകദേശം ഉറപ്പുണ്ട്. ഇത് തെറ്റാണോ ശരിയാണോ നമുക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്ക് നോക്കാം. 1ഉം 2ഉം എന്താണ് ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് 2 തെറ്റാണെന്ന് നമുക്കറിയാമല്ലോ, അപ്പോൾ അത് വെട്ടിക്കളയാം അല്ലേ. അതുപോലെ 1ഉം 3 ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. 3 തെറ്റാണെന്ന് നമുക്കറിയാം അല്ലേ, അപ്പോൾ അതും കളയാം. അപ്പോൾ only 2 മാത്രമാണ് തെറ്റെന്ന് പറയുന്നത്. 2 തെറ്റാണെന്ന് നമുക്കറിയാമല്ലോ, അപ്പോൾ അതും വെട്ടിക്കളയാം. അപ്പോൾ നമുക്കറിയാം നോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ, ശരിയായ പ്രസ്താവനകൾ ഇല്ല എന്നുള്ളവർ മനസ്സിലാക്കുക. ഒരെണ്ണത്തെക്കുറിച്ച് നമുക്ക് ധാരണ ഇല്ലെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ധാരണ കുറവാണെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ഓപ്ഷൻസ് നോക്കിക്കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണേ മക്കളെ. ഓക്കെ, അപ്പോൾ എന്താണ് D ആണ് ഉത്തരം. അതുപോലെ നോക്കാം. വെൻ ഷുഡ് ദ അപ്പിയറൻസ് ഓഫ് ഈച്ച് മിൽക്ക് ക്യാൻ ബി ഒബ്സർവ്ഡ് അറ്റ് ദ മിൽക്ക് പ്ലാന്റ് ഓർ ഡയറി അല്ലേ. എപ്പോഴാണ് അപ്പിയറൻസ് നോക്കുന്നതാണ്, ആഫ്റ്റർ ദ ഓർഡർ ടെസ്റ്റ് അല്ലേ. ഓർഡർ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പിയറൻസ് നോക്കാറുള്ളത്. അതുപോലെ വാട്ട് ഡസ് ദ പ്രസൻസ് ഓഫ് പാർഷ്യലി ചേൺഡ് മിൽക്കിനെ മിൽക്ക് ക്യാൻ ഇൻഡിക്കേറ്റ്. എന്താണ് പ്രോപ്പർ പാസ്ചറൈസേഷൻ, പൊട്ടൻഷ്യൽ ക്വാളിറ്റി ഇഷ്യൂസ്, എൻഹാൻസിൽ ഫേവർ, ഹൈ ഫാറ്റ് കണ്ടന്റ്. എന്താണ് ഇവിടെ ഹൈ ഫാറ്റ് കണ്ടന്റ് ആണോ സംശയം നമുക്ക് തോന്നാം, അങ്ങനെ അല്ലല്ലേ. എന്താണ് പൊട്ടൻഷ്യൽ ക്വാളിറ്റി ഇഷ്യൂസ് ആണ് എന്താണ് പാർഷ്യലി ചേൺഡ് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പൊട്ടൻഷ്യൽ ക്വാളിറ്റി ഇഷ്യൂസ് ആണ് കാണാൻ പറ്റുന്നത്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇഫ് ഫ്ലോട്ടിംഗ് എക്സ്റ്റേണൽ മാറ്റേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ മിൽക്ക്. അതായത് ശ്രദ്ധിക്കും, ഫ്ലോട്ടിംഗ് എക്സ്റ്റേണൽ മാറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പുറമേ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ കടന്ന് ഒഴുകി നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ദ മിൽക്ക് ആൻഡ് പ്രോസസ് ടു പ്രൊസീഡ് ടു പാസ്ചറൈസേഷൻ ആണോ. നോക്കാം. നോട്ട് ദ പ്രസൻസ് ആൻഡ് ഇവാലുവേറ്റ്
ദാറ്റ് ഇഫ് ഇറ്റ്സ് അഫക്ട്സ് ക്വാളിറ്റി അല്ലേ. അതുപോലെ ഇമ്മീഡിയറ്റ്ലി റിജക്ട് ദ മിൽക്ക്, ഡൈല്യൂട്ട് ദ മിൽക്ക് വിത്ത് ക്ലീൻ മിൽക്ക്. ഇത് ചിലപ്പോൾ നമുക്ക് സംശയം വരാം, ഇതും സംശയം വരാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എക്സ്ട്രേനിയസ് മാറ്റർ ഉണ്ടെന്ന് കരുതി എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ എടുത്ത് റിജക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്ത് ചെയ്യണം, നോട്ട് ദ പ്രസൻസ്, അവിടെ എന്താണ് എക്സ്ട്രേനിയസ് മാറ്റർ ഉണ്ടെന്ന് എഴുതണം. അതിനുശേഷം ഇവാലുവേഷൻ അയക്കണം. അത് മിൽക്കിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ഇവാലുവേഷൻ അയക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് മക്കളെ, ബി ആണ് ഉത്തരം. വൈ മൈറ്റ് എ മിൽക്ക് ഗ്രേഡർ ഷേക്ക് ദ ക്യാൻ വിഗറസ്ലി ആൻഡ് റിപ്പീറ്റ് ദ ഓർഡർ ടെസ്റ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ ക്യാനിനെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഓർഡർ ടെസ്റ്റ് ചെയ്യുന്നത്? എന്താണ്, ടു എൻഷുർ ദ ലിഡ് ഈസ് സെക്യൂർ. അങ്ങനല്ലല്ലോ, എന്താണ് ടു കൺഫേം ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഓർഡർ ത്രൂ ഔട്ട് ദ മിൽക്ക് അല്ലേ. ത്രൂ ഔട്ട് ദ മിൽക്കിൻ്റെ ബിഗിനിങ് ടു എൻഡ് എല്ലായിടത്തും ഒരേ സ്മെല്ലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത്. അതുപോലെ വാട്ട് ഈസ് ദ മാക്സിമം ആക്സെപ്റ്റബിൾ ടെമ്പറേച്ചർ ഫോർ മിൽക്ക് വെൻ ഈസ് റിസീവ് ദ മിൽക്ക് പ്ലാന്റ്. എത്രയാണ് മിൽക്ക് പ്ലാന്റിൽ കിട്ടുന്ന സമയത്ത് എന്താണ് 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെയോ ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ എന്താണ്, വൈ ഈസ് ആസിഡ് ഡെവലപ്മെന്റ് ഇൻ മിൽക്ക് കൺസിഡേർഡ് ഒബ്ജക്ഷണബിൾ ഡ്യൂറിംഗ് റിസപ്ഷൻ. റിസീവ് ചെയ്യുന്ന സമയത്ത് ആസിഡ് ഡെവലപ്മെന്റ് നമ്മൾ ഒബ്ജക്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എക്സസീവ് ബാക്ടീരിയൽ കൗണ്ട് ആൻഡ് റെഡ്യൂസസ് ഹീറ്റ് സ്റ്റെബിലിറ്റി. അല്ലെ, ഹീറ്റ് സ്റ്റെബിലിറ്റി കുറയാൻ സാധ്യതയുണ്ട്. എന്താണ്, അസിഡിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ ബാക്ടീരിയൽ കൗണ്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടാമിനൻസ് ആർ ഹൈലി അൺഡിസൈറബിൾ അല്ലെ. വൈറ്റമിൻസ്, ആന്റിബയോട്ടിക്സും അതുപോലെ എന്താണ് മറ്റുള്ള പെസ്റ്റിസൈഡുകളാണ് ഹൈലി അൺഡിസൈറബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടിപ്പിക്കലി അസസ്ഡ് ഡ്യൂറിംഗ് ദ ഓർഗാനിക് ടെസ്റ്റ് അല്ലെ. എന്തൊക്കെയാണ്? സ്മെല്ല് ഓർഗാനിറ്റിയാണ്, ടേസ്റ്റ് ആണ്, pH ലെവൽ അല്ല, സെഡിമെന്റും. ഈ 3 കാര്യം ഓർഗാനോലെപ്റ്റിക്കാണ്. ഇത് ഓർഗാനോലെപ്റ്റിക് അല്ല അല്ലേ. നമ്മൾ എന്താണ് pH അല്ലാതെ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കണ്ടോ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ചെയ്യാൻ പറ്റത്തില്ല. ഇനി നോക്കാം, സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. ശരിയായി ചോദിച്ചിരിക്കുന്നു. ദ ഇന്റൻസിറ്റി ഓഫ് ഡിസ്കളറേഷൻ ആൻഡ് സെഡിമെന്റ് ഒബ്സർവ് ഡ്യൂറിംഗ് ദ സെഡിമെന്റ് ടെസ്റ്റ് ഈസ് സോൾലി ഡിപ്പെൻഡ് ഓൺ ദ മിൽക്സ് ഫാറ്റ് കണ്ടന്റ്. തെറ്റാണല്ലേ. ഫാറ്റ് കണ്ടന്റുമായിട്ട് നമ്മുടെ എന്തിന് വ്യത്യാസം, ഇതില്ല. സെഡിമെന്റിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല അല്ലേ. ഫാറ്റ് കണ്ടന്റ് കൂടുതലാണെങ്കിൽ സെഡിമെന്റ് കൂടുതലൊന്നും ഇല്ലല്ലോടാ, ഇല്ല. സെഡിമെന്റ് ടെസ്റ്റ് ഓൺലി അസസ് ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻ ദ മിൽക്ക്. ഇല്ല, സെഡിമെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ അല്ല അസസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കാം, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് നാച്ചുറൽ അസിഡിറ്റി ഇൻ മിൽക്ക്. എന്താണ് നാച്ചുറൽ അസിഡിറ്റി അല്ലെങ്കിൽ അപ്പാരന്റ് അസിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. ഇറ്റ് മേക്സ് ദ മിൽക്ക് അൺസ്യൂട്ടബിൾ അല്ല. ഇറ്റ് അഫക്ട്സ് ദ മിൽക്ക് ടേസ്റ്റ് ഇല്ല. ഇറ്റ് ഡസന്റ് ജിയോപാർഡൈസ് മിൽക്ക് ക്വാളിറ്റി അല്ലേ. മിൽക്കിന്റെ ക്വാളിറ്റി കുറയ്ക്കുന്നില്ല അല്ലേ, മിൽക്കിന്റെ ക്വാളിറ്റി കുറയ്ക്കുന്നില്ല. ഓക്കെ, മിൽക്കിൻ്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി അത് വിരുദ്ധം നിൽക്കുന്നില്ല. അങ്ങനെ ഒരു പറഞ്ഞ അപ്പാരന്റ് അസിഡിറ്റി അത് മിൽക്കിലുള്ളതാണ്, നമുക്കറിയാം. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് നാച്ചുറൽ അപ്പാരന്റ് അസിഡിറ്റി ഇൻ മിൽക്ക്. എന്താ എഫക്റ്റ്? നാച്ചുറൽ അല്ലെങ്കിൽ അപ്പാരന്റ് അസിഡിറ്റി എന്നാലും ഉള്ളതാണ്, നമുക്കറിയാം. എന്താ എഫക്റ്റ്? ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ നോർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് അല്ലേ. നോർമൽ പ്രോപ്പർട്ടിയെ അത് ബാധിക്കുന്നതേ ഇല്ലല്ലേ. അതുപോലെ വിച്ച് ടൈപ്പ് ഓഫ് അസിഡിറ്റി അഡ്വേഴ്സ്ലി അഫക്ട് ദ ക്വാളിറ്റി ഓഫ് മിൽക്ക്. എന്താണ് ഡെവലപ്ഡ് അസിഡിറ്റി ആണ് അതിൻ്റെ ക്വാളിറ്റിയെ, മിൽക്കിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഘടകം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ മക്കളെ, ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരിക. നിങ്ങളത് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ കൂടിയും 1-2 സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ഒരു ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി, കുഴപ്പമൊന്നുമില്ല. സംഭവം സെറ്റായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും തകർത്ത് വെച്ച് പഠിക്കുക മക്കളെ. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ബാക്കിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് പോകാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ 1 റാങ്ക് നമ്മുടെ കയ്യിൽ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.